ഒരു വ്യക്തി തൻ്റെ രാജ്യത്ത് സ്വസ്ഥവും സമാധാനത്തോടു കൂടിയും ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ഗവേണിംഗ് സിസ്റ്റത്തിലും ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ്റിലും ആൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവർ കേപ്പബിൾ ആണ് എന്നൊരു അവബോധം ഉണ്ടാവണം. സോ ഇവിടെ വിശ്വാസം എന്നതൊരു കോർ ഫാക്ടറാണ്. വൺസ് നമുക്ക് ഈ ഭരണവ്യവസ്ഥിതികളിലൊക്കെ വിശ്വാസ്യത ഇല്ലാതായാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ പ്രൊട്ടക്റ്റഡ് അല്ല, നമ്മളെ സഹായിക്കുവാൻ ആരുമില്ല, നമുക്ക് നീതി ലഭിക്കുമോ? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയി മാറും. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, എല്ലാവർക്കും അറിയാം, ജനാധിപത്യ രാജ്യം. അതായത് നമ്മളാണ് ദ ഡിസിഷൻ മേക്കർ. ആര് എപ്പോ എങ്ങനെ ഭരിക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് നമ്മളാണ്. ശരിക്കും അങ്ങനെയാണോ? നമ്മുടെ ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന പവർ അതൊരൊറ്റ ദിവസത്തിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ്, എലക്ഷൻ. സോ നമുക്കൊരു അധികാരമുണ്ട്, അധികാരം യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കും, അതും ഒരു വിശ്വാസത്തോടെ. ഞാൻ ചെയ്യുന്ന ഓരോ വോട്ടും ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ്, നമ്മൾ സിറ്റിസൻസിന് വേണ്ടിയാണ്. അതായത് ക്ഷേമം, എല്ലാവരുടെയും ക്ഷേമം മുന്നിൽ കണ്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഈ കാര്യത്തിൽ നമുക്ക് സംശയം തോന്നി തുടങ്ങിയാൽ, അതായത് നമുക്ക് അതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും പിന്നീടുള്ള ഒരു ഇമ്പാക്റ്റ്? അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന വ്യക്തി അധികാരത്തിൽ വന്ന് നമ്മുടെ ക്ഷേമം ഉറപ്പുവരുത്തും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യും എന്ന വിശ്വാസത്തോടെയല്ലേ, ആ ഒരു ഉറപ്പോടെയല്ലേ നമ്മൾ ഇലക്ഷൻ ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നത്, അല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ സത്യസന്ധമായി വോട്ട് ചെയ്യുന്നവർക്കിടയിൽ കള്ള വോട്ടുകൾ കയറ്റി ചില വ്യക്തികളെ, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൈനോറിറ്റി വിഭാഗത്തെ മനഃപൂർവ്വം ജയിപ്പിക്കുമ്പോൾ നമ്മുടെ അധികാരത്തെയല്ലേ അത് ചോദ്യം ചെയ്യുന്നത്? ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് രാഹുൽ ഗാന്ധി വോട്ട് തെഫ്റ്റ് എന്ന പേരിൽ ഭീകരമായൊരു അലിഗേഷൻ നടത്തി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കർണാടകയിലെ മഹാദേവപുരം എന്ന അസംബ്ലിയിൽ 2024 ജനറൽ ഇലക്ഷനിൽ ഏകദേശം 1,280,000 കള്ള വോട്ടുകൾ നടന്നു എന്നതാണ് അലിഗേഷൻ. അപ്പോൾ ഏകദേശം 6 മാസത്തോളം ടൈം എടുത്ത ഇവരുടെ തന്നെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയ കാര്യമാണിത് എന്നും പറയുന്നുണ്ട്. സോ ഇവരിതിനെ ഒരു കോറിയോഗ്രാഫ്ഡ് ഇലക്ഷൻ എന്നാണ് വിളിക്കുക. മഹാദേവപുരം മാത്രമല്ല, മറ്റ് പല മണ്ഡലങ്ങളിലും ഇത് നടന്നിട്ടുണ്ട് എന്നും ഇവർ വാദിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ ഒരുപാട് അലിഗേഷൻസ് വരാം, പക്ഷെ ഇത്തരത്തിലുള്ളതല്ല. ഇതെന്ന് പറയുന്ന ഒരു നാഷണൽ ഇഷ്യൂ ആണ്. ഇങ്ങനെ ഒരു അലിഗേഷൻ നടത്തുമ്പോൾ ഇതിൽ ക്ലാരിറ്റി വളരെ നിർബന്ധമാണ്. അപ്പോൾ അത് ധൈര്യപൂർവ്വം തന്നെ രാഹുൽ ഗാന്ധി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുമുണ്ട്. ഇവിടെ പ്രതിഭാഗം ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനോട് വോട്ടേഴ്സ് ലിസ്റ്റ് ചോദിച്ചപ്പോൾ അത് ഇലക്ട്രോണിക് സോഴ്സായി കൊടുക്കുന്നതിന് പകരം കണക്കിന് പേപ്പറുകളായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നത്, സ്കാൻ ചെയ്ത ഫോർമാറ്റിൽ, അതായത് നമുക്ക് സിസ്റ്റത്തിലെ ഡേറ്റാസ് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണ്ടേ ഇത്തരം ഡേറ്റാസ് കൊടുക്കാൻ? ഏകദേശം 12,000-അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ്, അതുപോലെ 40,000-അടുത്ത് ഇൻവാലിഡ് അല്ലെങ്കിൽ ഫേക്ക് അഡ്രസ് ഉള്ളവർ, ഒരു വീട്ടിൽ തന്നെ 80 പേരുടെ ഡീറ്റെയിൽസ് കിട്ടിയ കാര്യമൊക്കെ അറിയാമല്ലോ. ചിലപ്പോൾ ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചുറ്റിപ്പറ്റുന്നുണ്ടാകും, അറിയില്ല. ആസ് എ സിറ്റിസൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ളത് ഇതിലെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യം ആരാണ് വെളിപ്പെടുത്തേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് പ്രോപ്പറായി ഒരു ഇടപെടൽ നടത്താത്തത്? ഇവിടെ കമ്മീഷൻ ഈ അലിഗേഷൻസ് വെറുതെ തെറ്റാണെന്ന് പറയുന്നതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പിന്നെ പ്രതികരിച്ച രാഹുൽ ഗാന്ധിയുടെ അഫിഡവിറ്റ് സമർപ്പിക്കാനാണ് പറയുന്നത്. ഇനി അതല്ലാതെ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരുവിധ അന്വേഷണവും ഉണ്ടാവില്ല എന്നും ഇവർ പ്രതികരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ വേണോ ചെയ്യാൻ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ തന്നെ സുപ്രീം ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതോറിറ്റിയാണ്. ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസ്യത വേണ്ട കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷനെ പറ്റി ഒരു തരത്തിലുള്ള വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യവും സമൂഹത്തിൽ പരക്കുവാൻ പാടില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വേണ്ട രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുമില്ല, പറയുന്നതും ചെയ്യുന്നതും എല്ലാം അസംബന്ധവും. ഉദാഹരണത്തിന് 70 വയസ്സുള്ള ഒരു വ്യക്തി 2 തവണ വോട്ട് ചെയ്തു എന്നൊരു ആരോപണം വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ റെസ്പോൺസ് ആണ്, ഞങ്ങൾ ശകുൻ റാണിയോട് ചോദിച്ചു, അതായത് ഈ വോട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി, നിങ്ങൾ വോട്ട് ചെയ്തോ? ഇല്ലെന്നാൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും ബാലിശമായിട്ടുള്ള രീതിയിൽ കമ്മീഷൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ, അതായത് ഇത്തരം കാര്യങ്ങൾ മീഡിയാസിൽ ഇങ്ങനെ ലീൻ ചെയ്ത് പറയുമ്പോൾ ആരാണ് നമ്മുടെ രാജ്യത്തിലെ ഗവേണിംഗ് സിസ്റ്റത്തിൽ സംശയത്തോടെ കാണാതിരിക്കുക? എലക്ഷൻ ആക്ച്വലി ഒരു ടൂൾ ഓഫ് ചോയ്സ് ആണ്. അപ്പോൾ ആ ചോയ്സിൽ നമുക്കൊരു റോളില്ലെങ്കിൽ നമ്മുടെ രാജ്യം ആക്ച്വലി ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആവില്ല. സോ ഒരു വ്യക്തിയും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ അണ്ടറിൽ ജീവിക്കരുത് എന്ന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ.
ഇപ്പോൾ നോർത്ത് കൊറിയയൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് എല്ലാവരും വേറെ ഏതോ പ്ലാനറ്റ് പോലെയൊക്കെ കാണാറുണ്ട്. ഈവൻ നമ്മൾ അത്തരം ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കാറുണ്ട്. ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ജനമാണ് അധികാരി എന്ന് നമ്മൾ ലോകരാജ്യങ്ങളോടൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കാരണം അവരെങ്ങനെയായിരിക്കും നമ്മളെ നോക്കിക്കാണുക? ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കില്ലേ? സോ ഈ അലിഗേഷൻസ് സത്യമാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഈ ന്യൂസ് തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എയറിലുണ്ടെങ്കിലും ആരും ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഡെയിലി ന്യൂസ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാകണം എന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ സബ്ജക്റ്റാണ്. ഇത് ഡയറക്റ്റ്ലി തന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതാണ് പല കാര്യത്തിലും. സോ നമ്മൾ അവെയർ ആയിരിക്കുക. ഇത്തരം ന്യൂസ് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയണം. ഇതിന് വേണ്ടിയിട്ട് നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, അഭിപ്രായങ്ങൾ പറയാം. പിന്നീട് അതും നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. സോ അവെയർ ആയിരിക്കുക. അഭിപ്രായങ്ങൾ ഉണ്ടാവും നമുക്ക്, അത് പറയാൻ ശ്രമിക്കുക. ഓക്കെ.